പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു പരിധിക്കപ്പുറത്ത് പോകാൻ കഴിയാതെ പരിധികൾ കൊണ്ടിട്ട് നമ്മെ ഒതുക്കിയ നാം ഈ ബൗണ്ടറിക്കപ്പുറം മുന്നോട്ട് മൂവ് ചെയ്യരുത് എന്ന് പിശാചൊരുക്കിയ, ശത്രു ഒരുക്കിയ ചില പദ്ധതികളെ തരണം ചെയ്ത് അതിനെ വഴിമാറ്റി നമ്മെ മുൻപോട്ട് നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരം ചലിക്കും. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ഈ സന്ദേശം ശ്രവിക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. അന്നു തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുറപ്പാടിൻ്റെ ചരിത്രമാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക ഒരു വിടുതലിന് വേണ്ടി, നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുക. എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറയ്ക്ക്, എനിക്ക് ഒരു വലിയ വിടുതൽ, ഒരു ദൈവപ്രവൃത്തി കാണാൻ പ്രാർത്ഥനയോടെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നാം. ഇന്ന് ഈ സന്ദേശത്തിന് ആമേൻ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഞാൻ പ്രാരംഭ സമയത്ത് കൈമാറി മുൻപോട്ട് പോകാം. ചില പരിധികൾ കൊണ്ടുവച്ച്, ചില ബൗണ്ടറികൾ കൊണ്ടുവച്ച് അവിടം കൊണ്ട് ഒതുങ്ങി, അവിടം കൊണ്ട് അവസാനിച്ച് അങ്ങനെ ആകാവൂ എന്ന് ശത്രു ഒരുക്കി വച്ച ചിലതിനെ മറികടന്നു പോകുവാൻ, അതിനെ തരണം ചെയ്യുവാനുള്ള ദൈവിക പദ്ധതികളും ദൈവിക കൃപയും നമ്മുടെ മേൽ ചലിക്കും. ആമേൻ പറഞ്ഞ് എന്നോടൊപ്പം മുൻപോട്ട് പോകാൻ തയ്യാറാകുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് വായിച്ചത്. അന്നു തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണമായി മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു. അടിമത്തത്തിനകത്ത് ഒതുങ്ങിപ്പോകുമെന്നും ഈ അടിമത്തത്തിൽ തുടരുമെന്നും, ഏകദേശം 430 വർഷത്തെ അടിമത്തം ആമേസ്തോത്രം നിരന്തരമായി അനുഭവിച്ച് ആ കഷ്ടതയും ആ വേദനയും അനുഭവിച്ച് തുടർമാനമായി കഷ്ടതകൾ അനുഭവിച്ചു വരുന്ന ജനം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അന്നു തന്നെ ആമേൻ യഹോവ ഇസ്രായേൽ മക്കളെ ഗണമായി മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ചു. അതേ ആമേൻ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണെന്ന് തെളിയിക്കുന്ന നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. മോശയെ ഫറവോന്റെ മുമ്പാകെ അയക്കുമ്പോൾ ദൈവത്തിന് ആമേൻ വലിയ നിയോഗമാണ് മോശയുടെ മേൽ കൊടുക്കുന്നത്. വലിയ നിയോഗം കൊടുക്കുന്നത് എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയുക. കർത്താവിന് സ്തോത്രം. ഫറവോനോട് നീ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയണമെന്നുള്ള നിയോഗവുമായി മോശ വന്ന് നിൽക്കുമ്പോൾ ഹൃദയം കഠിനപ്പെട്ട്, ഹൃദയത്തിനകത്ത് കാഠിന്യത കൂടി ഫറവോൻ ജനത്തെ ഒതുക്കുകയും മുൻപോട്ട് വിടാതെ ഫറവോൻ ജനത്തെ എന്ത് ചെയ്യുക, അവിടെ തന്നെ ആ അടിമത്തത്തിൽ തന്നെ ഇടാനുള്ള ശ്രമങ്ങളാണ് ആമേൻ സ്തോത്രം അവിടെ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനത്തെ മറികടക്കുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടുക്കുവാനും ഉലകത്തിൻ്റെ കീഴിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല എന്നും ഒരു ഭരണകൂടത്തിന് കഴിയത്തില്ല എന്നും തിരുവചനത്തിലൂടെ നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഈ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഉലകത്തിൻ്റെ കീഴിൽ അങ്ങയുടെ അനുഗ്രഹത്തിന് തടസ്സമായി അങ്ങയ്ക്കൊരു ബൗണ്ടറി വെച്ച്, ഒരു പരിധി വെച്ച് ഒതുക്കുവാൻ നോക്കുന്ന ചില ആമേസ്തോത്രം ശത്രുവിൻ്റെ പദ്ധതികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനുള്ള ദൈവിക നിയോഗത്തെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. തലമുറകളെ നോക്കി, ആമേസ്തോത്രം വ്യക്തിപരമായ ജീവിതത്തെ നോക്കി, കുടുംബത്തെ നോക്കി, ദൈവസഭയെ നോക്കി ഇന്നു പകൽ അധരങ്ങളെ ചലിപ്പിച്ച് ആത്മനിറവുള്ള ദൈവമക്കൾ പറയണം, അഭിഷക്തന്മാർ പറയണം, അതെ എനിക്കൊരു പരിധിയിൽ കൂടുതൽ പോകാൻ
കഴിയാതെ എന്നെ ഒരു പരിമിതിക്കുള്ളിൽ തന്നെ ഒതുക്കി നിർത്തുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തകർക്കുന്നൊരു ദൈവ സാന്നിധ്യം എൻ്റെ മേൽ ചലിക്കുന്നുണ്ട്. അതിപ്പോൾ സംഭവിച്ചു തുടങ്ങുമെന്ന് അധരങ്ങളെ ചലിപ്പിച്ച് വിശ്വാസത്തോടെ പറയാൻ തയ്യാറാകണം. അതേ പ്രിയമുള്ളവരെ, 430 വർഷത്തെ അടിമത്തത്തിനകത്ത് ഒരു പറ്റം ജനതയെ ഒതുക്കിക്കളഞ്ഞ ഫറവോന്റെ സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് യഹോവയവരെ ഗണഗണമായി പുറപ്പെടുവിക്കുന്ന അസാധാരണമായ കാഴ്ച വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മോശ ഫറവോന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ഫറവോന്റെ ഹൃദയം കൂടെ കൂടെ കഠിനപ്പെടുകയാണ്. ദൈവം മോശയെ അയക്കുന്നത് ദൈവത്തിന്റെ ജനത്തെ അടിമ വീട്ടിൽ നിന്ന് വാഗ്ദത്തത്തിലേക്ക് നടത്തണം, വാഗ്ദത്തത്തിൽ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷത്തോടും വളരെ ആഗ്രഹത്തോടും കൂടെ മോശ മുൻപിൽ നിന്ന് നയിക്കുമ്പോൾ സ്തോത്രം, അതും പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവജനത്തെ, അതും പ്രതീക്ഷിച്ചിരിക്കുന്ന ജനത്തെ ഒതുക്കുകയാണ്, ഒതുക്കിക്കളയുകയാണ്. വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 11-ാമത്തെ വേദഭാഗത്തിൽ സ്തോത്രം ബാധകൾ അയക്കുന്ന സമയത്ത്, അതെ, ആ ബാധ അയച്ചപ്പോൾ 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. 8-ാമത്തെ ബാധ വെട്ടിക്കിളി ആ ദേശത്ത് മുഴുവനും വന്നപ്പോൾ ഫറവോൻ മോശയോടും അഹരോനോടും ചെന്ന് പറയുന്നൊരു കാഴ്ചയുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടു, പക്ഷെ കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ വെക്കുകയാണ്. എന്താ കണ്ടീഷൻ? നിങ്ങൾ പുറപ്പെടണം. ആരൊക്കെ? നിങ്ങൾ പുരുഷന്മാർ മാത്രം പുറപ്പെട്ടു പോയി ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. മോശ അവിടെ സമ്മതിക്കുകയല്ല. എന്നാൽ ഇത്രയും ഒരു അവസരം ഒരുക്കി തന്നല്ലോ, ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു തന്നല്ലോ എന്നല്ല മോശ പറയുന്നത്. സ്തോത്രം, ഞങ്ങളുടെ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുകുട്ടികളും ആടുകളും മാടുകളും സ്തോത്രം, ഞങ്ങൾക്കുള്ള സകലതും ഞങ്ങൾ പോയി ഒരുപോലെ ദൈവത്തെ ആരാധിക്കാനാണ് മഹാനിയോഗത്തോടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ പുരുഷന്മാർ മാത്രം പോകുകയല്ല. പ്രിയമുള്ളവരെ, സ്തോത്രം, ഇന്നിന്റെ മണ്ണിലും ഇന്നത്തെ സാഹചര്യത്തിലും പല ബൗണ്ടറികളും കുടുംബത്തിനകത്തിടുകയാണ്. സ്തോത്രം, പല കുടുംബത്തിന് സമാധാനമില്ലാതെ, സന്തോഷം എന്തെന്ന് പോലും അറിയാൻ കഴിയാതെ ബൗണ്ടറികളും പരിധികളും ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ടോ? ഉണ്ട്. എന്നാൽ വേണ്ടതുവണ്ണം മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഫറവോൻ അവിടെയും പറയാം, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോകണം. മോശ അതിന് സമ്മതിക്കുന്നില്ല. തീർന്നില്ല. 10-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വീണ്ടും അടുത്ത ബാധ അയക്കുമ്പോൾ ഫറവോൻ വന്നിട്ട് മോശയോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, ആടുമാടുകളും കന്നുകാലികളും മാത്രം ഇവിടെ നിൽക്കട്ടെ, നിങ്ങളും സ്ത്രീകളും കുഞ്ഞുകുട്ടികളും എല്ലാവരും പോയി ആരാധിക്കുവീൻ എന്ന് പറയുമ്പോൾ മോശ പറഞ്ഞു, നടക്കത്തില്ല. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും സ്ത്രീകളും ഞങ്ങളുടെ ആടുമാടുകളും കന്നുകാലികളും എല്ലാം ഒരുമിച്ച് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. ഇനിയും ഒരു അടിമ വീട്ടിൽ, അടിമത്തത്തിൽ ഞങ്ങൾ ഒതുങ്ങാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, വാക്യം പറഞ്ഞ് വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. ഫറവോൻ അവിടെ ഒതുക്കി നിർത്താൻ നോക്കുന്നത് ചില കണ്ടീഷനുകൾ പറഞ്ഞാണ്. നീ ആരാധിക്കാൻ വെക്കോ, എന്നാൽ നിനക്ക് ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. പല കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, അപ്പനും അമ്മയും കർത്താവിനെ ഭക്തിയോടെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തലമുറകൾ വഴിതിരിഞ്ഞു പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അവരെ ആരാധിക്കാൻ കിട്ടത്തില്ല, അവരെ കിട്ടുന്നില്ല. ഈ ലോക ഇമ്പങ്ങളിലേക്ക് ഓടുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടെ ഈ സമയം ഞാൻ പ്രിയപ്പെട്ടവരോട് കൈമാറാം. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ സ്തോത്രം, ജനത്തെ, തലമുറകളെ, യുവതലമുറകളെ സ്തോത്രം, കുരുടാക്കി കളയുന്ന സാത്താന്യ തന്ത്രങ്ങളെ അഴിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാനത്തെ ബാധ, 10-ാമത്തെ ബാധ, കടിഞ്ഞൂൽ സംഹാരം വന്നപ്പോൾ അവിടെ 12-ാം അധ്യായം 31, 32, 33 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. സ്തോത്രം, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയി എന്നെയും അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതേ, പിന്നോട്ട് പോകാതെ മുൻപോട്ട് മാത്രം പോയി സ്തോത്രം, ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്നുള്ള മഹാനിയോഗത്തോടെ
ഒരു മനുഷ്യൻ വന്ന് മോശ വന്ന ഭൂമിയിൽ നിന്നപ്പോൾ, ഫറവോന്റെ മുൻപിൽ നിന്നപ്പോൾ, അവിടെ ശ്രദ്ധിക്കണമേ, അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രു ഒതുക്കി വെച്ച പരിധികളെ പൊട്ടിച്ച് ദൈവജനം പുറത്തു വരികയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യത്തിൽ മിസ്രൈമ്യർ ജനത്തെ നിർബന്ധിച്ചു, വേഗത്തിൽ ദേശത്ത് നിന്നയച്ചു, ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ വളരെ വളരെ ശക്തമായി നാം എഴുന്നേൽക്കാൻ തയ്യാറാകുക. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ചിലതിനെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറാകുക. നാം ഒതുങ്ങിപ്പോയെന്ന് പറയാനല്ല, ഈ പരിധി വിട്ട് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയാനല്ല. ആ പരിധികളെ നോക്കിയിട്ട് പറ, പിശാചേ, ശത്രുവേ, നീ വെച്ച പരിധികൾക്കപ്പുറത്ത് ഞങ്ങളെ മുൻപോട്ട് നടത്തുന്ന സർവശക്തിയുള്ള ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ പരിധികൾ വെച്ച് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട, ഈ പരിമിതികൾ കൊണ്ട് ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ഈ പരിധികൾക്കപ്പുറത്ത് മുൻപോട്ട് നടത്താൻ ഞങ്ങളുടെ വലതുകരത്തെ പിടിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് പറ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാളിതുവരെ ഒതുക്കിക്കളഞ്ഞ, നാളിതുവരെ പിടിച്ചു നിർത്തിയ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാതെ ഒതുക്കിയ ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. പുറത്തു കൊണ്ടുവരാൻ, അതിനകത്തൂന്ന് ഇഷ്ടത്തിന് കരം പിടിച്ച് വഴി നടത്താൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. വിശ്വാസത്തോടെയും ദൈവാശ്രയ ബോധ്യത്തോടും കർത്താവിന് മഹത്വം കൊടുക്കണം. വായിച്ച വേദഭാഗൻ, അന്നു തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു എന്ന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വെച്ച ബൗണ്ടറികളെ പൊളിച്ച്, ശത്രു വെച്ച പരിമിതികളെ എടുത്തു മാറ്റിയിട്ട് അന്നു തന്നെ ദൈവജനത്തെ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് നടത്തുവാൻ ദൈവം ശക്തനായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് വേണ്ടിയും നമുക്ക് പരിധികളെ വെച്ച് വിലയിട്ട പൈശാചിക ഹിഡൻ അജണ്ടകളെയും ആ ബൗണ്ടറികളെ പൊളിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. വളരെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോട് പറയാം, ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആ പരിധികളെ പൊളിച്ചു കളഞ്ഞ് ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവം ഞങ്ങൾക്കുണ്ട്. വളരെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.